ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഞാൻ മാഡ്ലിയും തന്നെയാണ്. സോ പെരുന്നാളൊക്കെ ആണ്, പെരുന്നാളിനൊരു വെറൈറ്റി ഔട്ട്ഫിറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. ഇതെൻ്റെ ഉപ്പാടെ ഫ്രണ്ട് നിസാംക്ക കഴിഞ്ഞ റമദാന് ഞാൻ UAE പോയപ്പോൾ ഞങ്ങൾക്ക് മേടിച്ചതാണ്. അന്ന് ഞാൻ കുറച്ച് തടിച്ചിട്ടായിരുന്നു, അന്നത്തെ അളവിൽ അടിച്ചു വെച്ചു. ഇപ്രാവശ്യത്തെ റമദാന് വേറെ ഒന്നും മേടിക്കാണ്ടായപ്പോൾ ഇതെടുത്തിട്ടു. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്കിത് ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു നിസാംക്ക. അപ്പോൾ പെരുന്നാളാണ്, പെരുന്നാളിന് എന്തെങ്കിലും വെറൈറ്റി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ആകെ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. വേറെ ഒന്നുമില്ല, ഉമ്മാക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത്. സോ ഉപ്പാക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഉമ്മാനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഉമ്മാടെ കാറല്ല, ഉമ്മ എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല, ഇത് ഉപ്പാക്ക് മാത്രമാണ്, ഉപ്പയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ട് ഉപ്പാക്ക് മാത്രമുള്ള ഉമ്മാക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ നമ്മൾ കുറേ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മാക്ക് വിഷമാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഉമ്മ അതൊന്നും കയറാക്കി എടുത്തില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ തമാശക്ക് പറയുന്നതുകൊണ്ട് ഉമ്മ അങ്ങനെ ആക്കി എടുത്തോളൂ. എന്നാൽ പോലും വിഷമാവട്ടെ. ഉമ്മാക്ക് സർപ്രൈസായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഒന്നല്ല, 2 പ്രൊഡക്റ്റ് ഉമ്മാക്ക് മേടിച്ചിട്ടുണ്ട്. ഉപ്പാക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഉമ്മാക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഉമ്മ കുറച്ച് പണി എടുത്തിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഉമ്മാനെ കൊണ്ട് നൈസായിട്ട് ഒരു സ്റ്റൗവും ഗ്യാസൊക്കെ. ഗ്യാസാണ് ഇപ്പോൾ ഏറ്റവും വാല്യുബിൾ. ഇന്ന് മേടിച്ച പ്രൊഡക്റ്റിനേക്കാൾ വാല്യുബിൾ ഇപ്പോൾ ഈ ഗ്യാസാണ്. ഗ്യാസ് കിട്ടാനില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഉമ്മാക്ക് ഒരു 50 ഗ്യാസ് മേടിച്ചുള്ളൂ. പക്ഷേ പൈസ ഉണ്ടായാൽ മാത്രം പോരാ, ഗ്യാസ് കിട്ടാൻ ഇപ്പോൾ എളുപ്പമല്ല. പിന്നെ ഒരു 50 ഗ്യാസ് ഗിവ് അവേ കൊടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് 50 ഗ്യാസ് ഗിവ് അവേ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം കമൻറ്റ് വരിക ചിലപ്പോൾ നമ്മളുടെ മിനിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ റൂളേഴ്സിൻ്റെ ആയിരിക്കും. കാരണം അവർക്കും ഗ്യാസ് ഇല്ല. അവർ ചോദിക്കും, മക്കളെ ഞങ്ങൾ നാട്ടിലേക്ക് ഒരു ഗ്യാസ് വേണം, എങ്ങനെയെങ്കിലും ഒരു ഗ്യാസ് ഒപ്പിച്ചാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗ്യാസും സ്റ്റൗവൊന്നും വേണ്ട, നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന 2 പ്രൊഡക്റ്റ് ഇവിടുന്ന് കാണുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. 2 പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു കുഞ്ഞ് മാലല്ല, കുഞ്ഞ് ബ്രേസ്ലെറ്റ്. കാണൂലല്ലോ, ആരും കാണൂലല്ലോ. ഒരു ഡയമണ്ട് പ്ലസ് ഗോൾഡിൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു ജ്വല്ലറി പോകുന്നത്. എനിക്കിതിൻ്റെ സെലക്ഷനൊന്നും അറിയില്ല. ഇതൊരു സ്റ്റഡ്. കണ്ട, ഇത് രണ്ടും മാച്ചാവുന്ന രീതിയിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാവുണ്ടോ? കളറൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ, കുഞ്ഞി സാധനമാണ് കേട്ടോ. ഉപ്പാക്ക് കാറായപ്പോൾ ഉമ്മാക്ക് എന്താ ഇത്ര കുഞ്ഞി ഇതൊന്നും വിചാരിക്കരുത് ഗൈസ്. ഇത് പ്രൊഡക്റ്റ് ചെറുതാണെങ്കിലും പ്രൈസ് വൈസ് ഇത്തിരി ഉണ്ട്. ഞാൻ യൂഷ്വലി ഇപ്പോൾ എവിടേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലുത് നോക്കി മേടിക്കുന്ന ആളാണ്. പക്ഷെ ജ്വല്ലറി പോയപ്പോൾ വലിപ്പം വേണ്ടാന്ന് വിചാരിച്ചു. കാരണം താങ്ങണില്ല, ഒന്നുമില്ല, ഉള്ളത് നോക്കി മേടിച്ച്. പിന്നെ ഇത് ഉമ്മാക്ക് സെറ്റാവില്ല, ഇതൊന്നും എനിക്കറിയില്ല. ഉമ്മാക്ക് ഇഷ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. ഉമ്മ ഡയമണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ ഗോൾഡ് ഇഷ്ടപ്പെടുന്ന ആളോ ഒന്നും എനിക്കറിയില്ല. ഇന്ന് രാവിലെ ഒരു ആഗ്രഹം തോന്നി, നേരെ പോയി ജ്വല്ലറിയിൽ പോയി ആവശ്യമുള്ളത് നോക്കി. ഇത്തമാരെ സെലക്ഷൻ കൂടി ഞാൻ കാറ് മേടിക്കുമ്പോൾ ഒരാളെടുത്തും ചോദിച്ചിട്ടില്ല. എൻ്റെ കസിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഇത്തമാരെ വിളിച്ച്, കാരണം പിള്ളേർക്കാണെങ്കിൽ ഇതിനെ പറ്റി വല്ലതും അറിയുള്ളൂ, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ പോയിട്ട് ഒരു കമ്മൽ വേണം. അപ്പോൾ എന്താ വേണ്ട മോനെ, കുറേ മോഡലൊക്കെ പറഞ്ഞു. ഇത് മോഡല് ആദ്യമായിട്ടല്ലേ പറഞ്ഞത്. വളമൊക്കെ ചോദിച്ചപ്പോൾ ഏതാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ല, കയ്യിലിടുന്ന വള അങ്ങനെയൊക്കെ. അപ്പോൾ ഗോൾഡ് നോക്കിപ്പോയി. അപ്പോൾ ഗോൾഡ് കുറേ ഓൾഡായ പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് അറിയില്ല സെലക്ട് ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു അവനെ ഡയമണ്ട് എടുക്കുന്നതാണ്. അങ്ങനെയാണ് ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത്. അൾട്ടിമേറ്റ് ഉമ്മ സർപ്രൈസ് ആവണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറേ കുടുംബക്കാരൊക്കെ എന്താണ് ഇവനിങ്ങനെ ക്രിയേറ്ററായിട്ട് പോയ പോരല്ലോ, മോനക്കൊരു ജോലിയും കൂലിയൊക്കെ വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതൊക്കെ എൻ്റെ ഉമ്മയും സഹിച്ചിട്ടുള്ളതാണ്. ഉമ്മക്ക് എന്നെ വിശ്വാസം ഉണ്ടായി. വിശ്വാസം വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ ഉമ്മ വിശ്വസിച്ചു. അതിനുള്ള റിസൾട്ടാണ് ഇതെല്ലാം. നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു സന്തോഷം മാത്രമാണ്. ഇതൊന്നും ഒരു വലിയ ഗിഫ്റ്റായിട്ട് പോലും ഇല്ല ഞാൻ പറയണത്. ഇതൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് മാത്രമാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞി ഗിഫ്റ്റുകൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് മേടിക്കാൻ പറ്റട്ടെ. എനിക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടെ പാരൻസിന്, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതുപോലെ സർപ്രൈസ് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു സാധനങ്ങളാണ്. അത് ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മാടെ അടുത്ത് വേറെ ഒന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയാൽ ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഉമ്മാടെ അടുത്ത് ഞാനൊരു 30 പേർക്ക് പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. പായസം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ പായസം ഉണ്ടാക്കും. ഉമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കണുണ്ട്. ഉമ്മ ഇങ്ങനെ പണി എടുക്കണമെങ്കിൽ ഇങ്ങനെ കാണണം. ഉമ്മ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉമ്മാടെ ഞാൻ പറയും, പൈസ ഇല്ലല്ലോ ഉമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കും. അപ്പോൾ ഉമ്മ ചിലപ്പോൾ ചെള്ളമൊക്കെ ഒറ്റ തരും. അങ്ങനെ തന്നില്ലെങ്കിൽ പൈസക്ക് പകരം ഇത് മതിയോ എന്ന് വെച്ചിട്ട് നേരെ ഞാൻ ഈ
ഗോൾഡ്, അയ്യോ സോറി ഡയമണ്ട്, ഈ ജ്വല്ലറി കൊടുക്കും ഉമ്മാക്ക്. അപ്പോൾ ഉമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന റിയാക്ഷൻ, ആ റിയാക്ഷന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, എൻ്റെ ക്രൂ വെയിറ്റിംഗ് ആണ്, എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. ഉപ്പാക്ക് കാറ് കൊടുത്തപ്പോൾ ഒരു വികാരം ഉണ്ടായിരുന്നില്ല, അതുപോലെയാണ് ഉമ്മാക്കൊരു വികാരം. ഈ പരിപാടിയെ നിർത്തും, പിന്നെ ഒരു സർപ്രൈസിൽ ഒന്നുമില്ല, പിന്നെ ഒരാളും ഞാൻ സർപ്രൈസ് ചെയ്യാൻ നിൽക്കില്ല. അയ്യോ സൗണ്ട് കൂടിപ്പോയില്ലേ. അപ്പം സോറി, ഞാൻ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്, അപ്പോൾ ആൾക്കാർ കേട്ടാല. ഉമ്മാക്കും ഒരു വികാരം ഇല്ലെങ്കിലും ഞാൻ പിന്നെ സർപ്രൈസ് ചെയ്യാൻ നിൽക്കില്ല. എന്തെങ്കിലും വേണമെങ്കിൽ പോയി മേടിച്ചോളാനേ പറയുള്ളൂ, കാരണം നമുക്ക് വേണ്ടത് ഇവരെ ഫേസിൽ റിയാക്ഷനാണ്. അതും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ടെന്ത് കാര്യം. അപ്പോൾ പെരുന്നാളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈദ് മുബാറക്. സോറി, ഈദ് മുബാറക് പറയാൻ ചെറുതായിട്ട് ഡിലേ വന്നു, കാരണം ഞാൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് അധികം ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മാക്കാൻജീസ് ഒരു ഹായ് കൊടുക്കും. തൃശ്ശൂരിലെ ട്രെൻഡിങ് വ്ളോഗറാണ്. 2 ദിവസത്തിനുള്ള ആൾക്ക് ഒരു ഇടിയെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കുറേ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആള്. നമ്മളെ തൃശ്ശൂർ ഫുഡ് സ്റ്റോറീസ് സ്വന്തമായിട്ട് 2-3 സെലൂൺ ഉണ്ട്. തൃശ്ശൂരിലെ പ്രീമിയം സെലൂണൊക്കെ ഓൺ ചെയ്യുന്നത്. എന്താ നമ്മുടെ പേരെന്തായിരുന്നു? വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഓഫർ ഉണ്ടോ? തന്നെ. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ തൃശ്ശൂരിലെ നമ്മളുടെ ഫേസ് ട്യൂണിൽ പോവുകയാണെങ്കിൽ, ഫേസ് ട്യൂൺ യെസ്, അവിടെ പോവുകയാണെങ്കിൽ 10% ഓഫർ കിട്ടുമെന്ന് ഇവൻ പറഞ്ഞ്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം. സ്റ്റേജോ കൊടുക്കും. നമ്മളുടെ സുഹൃത്ത് കൈലാസ്, നമ്മളുടെ ടീം ആൽബിൻ, പിന്നെ ജീസിന് ഓൾറെഡി കയ്യെന്ന്, ഇനി വേണ്ട. പിന്നെ ആരും ഉണ്ടായിരുന്നല്ലോ, ആർത്തറ അവിടെ പോയി മുങ്ങിയ എവിടെ ഇതാ എവിടെ ഒവൈസ്, ഇതാ ഒവൈസ് ഉണ്ട്. ഒവൈസിനൊന്നും എന്താ പരിപാടി എന്ന് പോലും അറിയില്ല. വാ. അപ്പോൾ നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്താ, പായസത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉമ്മാനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ, മീറാജെ ഉമ്മാനെ വിളിക്കാമല്ലേ? മീറാജിനെ കാണിക്കൂ, പിന്നിൽ മീറാജ് ഉണ്ട്. യെസ്, ഒരു ടാറ്റ കൊടുക്കൂ. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉമ്മ സംസാരിക്കുമ്പോ മൈക്കിൽ കിട്ടുംട്ടാ, മാറ്റിക്കോ. എന്തിനാ? അപ്പോ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഇതാ ഉമ്മ ഏത് പായസം ഉണ്ടാക്കാൻ പോണേ? സേമിയ പായസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേഗം ഉണ്ടാക്ക്, വെള്ളം വറ്റട്ടെ. ഓക്കെ. അപ്പൊ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഏത് പായസം ഉണ്ടാക്കണം ഉമ്മ? സേമിയ പായസാണ് ഉമ്മ ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഉമ്മ ഓൾമോസ്റ്റ് ഒരു 30 പേർക്കുള്ള പായസം പ്രിപ്പയർ ചെയ്യും. പായസം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മാൾക്ക് 10,000 രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒന്നും തരില്ല കേട്ടാ. എന്തേ ചിരിക്കണേ? ഓക്കെ, പണിയെടുക്കുക വേണം, ഒന്നും തരില്ല. പണിയെടുക്കുമ്പോ നമ്മൾ വൃത്തിക്ക് എടുക്കലാണ്. ആദ്യം നെയ്യാണ് ഒഴിക്കണത്. ഈ പായസം ഉണ്ടാക്കുന്നത് കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ പല ഭാഗത്തുനിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് അതിനായിട്ട്. ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ റെജി കുഞ്ഞുമ്പ ഉണ്ട്. റെജി ക്യാമറയുടെ ഒപ്പം ഒരു ഹായ് കൊടുക്കും റെജി കുഞ്ഞുമ്പ. അപ്പൊ റെജി കുഞ്ഞുമ്പയാണ് ഉമ്മയോടൊപ്പം ഉണ്ടാക്കണത്. സത്യം എന്താ പറഞ്ഞ ഉമ്മ പേരിട്ടുണ്ടാക്കണല്ലോ, ഉണ്ടാക്കി കൊടുക്കണൊക്കെ റെജി കുഞ്ഞുമ്പേ. അതെന്താ അങ്ങനെ തന്നെ റജി കുഞ്ഞുമ്മ പായസം ഇഷ്ടായില്ലെങ്കിൽ മക്ക് പൈസ കൊടുക്കില്ല കേട്ടാ. പറഞ്ഞ പോലെ ചെയ്യണമെന്ന് അല്ലേ? ഓക്കെ, നമ്മള് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കണം അല്ലേ? ഇട്ടോ. ഓക്കെ, തീ ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്തോ. ഇളക്കിക്കോ വേഗം. അതിന്റെ എന്തെങ്കിലും ഓഫ് ചെയ്ത മോനെ, ഓഫ് ചെയ്തോളാന്. ഉമ്മ ഉണ്ടാക്കട്ടെ, ഞാനല്ല. കുഴപ്പമില്ല. അപ്പൊ 10,000 രൂപ 7,000 രൂപ. ഇതിപ്പോ ഉമ്മ പണിയെടുക്കാണ്ട് ഉമ്മക്ക് ക്യാഷ് പ്രൈസ് കിട്ടോ? ഉമ്മ പുറത്തേക്ക് കളയല്ലേ? വ്യൂവേഴ്സിന് മനസ്സിലാവട്ടെ ഉമ്മാക്ക് പായസം ഉണ്ടാക്കാൻ അറിയില്ല. സത്യം പറ, ഉമ്മാക്ക് പായസം ഉണ്ടാക്കാൻ അറിയോ? ശരിക്കും ഉണ്ടാക്കാൻ അറിയോ? കയ്യക്കാല് വറക്കണം മോനൊന്നും ശരിക്കും ഉണ്ടാക്കാൻ അറിയില്ലേ? അപ്പൊ പറ്റിക്കാൻ വന്നതാ. വെജ് കുഞ്ഞുമണ ഉണ്ടാക്കണേ ഓഫ് ചെയ്യില്ല, വന്നോ കുഴപ്പമില്ല. ഇപ്പൊ എന്താ ചെയ്യാ, കൊളായില്ല. പായസം ഉണ്ടാക്കാൻ അറിയാത്ത ആളാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഉമ്മ എന്ത് ധൈര്യത്തിലാണ് ക്യാഷ് പ്രൈസ് കിട്ടുന്ന പറഞ്ഞത്? പൊടിച്ച്. ഇതിപ്പോ
പകുതി പണി പോലും ഉമ്മ ചെയ്യണില്ല, ഞങ്ങളല്ല പണി ചെയ്യണേ. അല്ലാണ്ട് പിന്നെ അങ്ങനല്ലേ വലിയ വലിയ അപ്പൊ പൈസ കിട്ടി കഴിഞ്ഞാല് ചെയ്യാ. ഓ വലിയ വലിയ ഷെഫാണ് ഉമ്മാനെ വലിയ ഷെഫായിട്ട് അപ്പൊ കാണുന്നത്. പാല് ഇങ്ങനെ വെക്കും ഉമ്മ. ഓ ഇങ്ങനെ വെക്കി, ഇങ്ങനെ വെക്കി, ഇങ്ങനെ 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 വെക്കുമ്പോ മറ്റേ ഡോളി ചെയ്യണ പോലെ ഇളക്കി 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 നൂനിളക്കിക്കോ. പൊട്ടിച്ചാ അതിപ്പോ 5000 രൂപ ഞാൻ എടുത്ത്. ഇതിപ്പോ അറേജ് കുഞ്ഞുമാക്ക് എടുത്തു, ഉമ്മാക്ക് പൈസ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ വിലയിരുത്തുണ്ടാ. ആൾക്കാർ കമന്റ് അടിക്കും, അല്ലെങ്കിൽ ഉമ്മ ഡിസർവിങ് അല്ല 10000 രൂപ കിട്ടാൻ. ഉമ്മ എത്ര സമയം കൊണ്ട് നമ്മളെ പായസം തരും? വേഗാവോ? അയ്യോ, ഈ പായസത്തിനാണ് 10000 രൂപ തരണേ. ഇത് നഷ്ട. തീയില്ലേ? ഓണാക്കിക്കോ, തീ കുറച്ചോ, തീ അതൊക്കെ. സ്റ്റജോ, ജീവിതത്തിൽ എപ്പോഴേലും സ്റ്റജോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതൊക്കെ പായസം ഉണ്ടാക്കിയിട്ടുള്ള? ഗോതമ്പ്, സെമിയൻ, ഓക്കെ, അടപ്രഥമൻ, ഇതൊക്കെ നീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോഡ് പ്രോമിസ്ഡ് അല്ലല്ലോ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് പറയും. നമ്മളടുത്ത് കണ്ട ഇളക്ക് കണ്ടാറേ, എനിക്ക് ഇളക്കാറില്ലാന്ന് ഇങ്ങനെ തിരിക്കണവൻ. ബ്രോ ഇതിനൊക്കെ ഒരു നാക്ക് ഉണ്ട്, നോക്കിയേ, കണ്ടോ? ഇതിട്ടോ, ഇതെന്താ? ഓക്കെ, ആ അത് പറയാല്ലേ. ഉമ്മ ഇതുമ്മ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഉമ്മാക്ക് പൈസ തരില്ല അങ്ങനെ പറയാം. പക്ഷെ ഉമ്മയുടെ വൈബ് കണ്ടിട്ട് എന്നാ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഓക്കെ ബൈ, പൈസ അല്ലേ, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ ബൈ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മീല്. ഫുള്ള് മിൽക്ക് മെയ്ഡ് ഒഴിക്കണ്ടല്ലോ, എന്റെ 6 പാക്ക് പോവും. ഇനി പഞ്ചസാരം വേണോ? എല്ലാവരും പറയാ വീട്ടിലെ ഫുഡാണ് ഹെൽത്തി എന്ന്. വീട്ടിൽ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഹെൽത്തി ആവാ. ഉമ്മ ഇവരോട് ഉമ്മ ഈദ് മുബാറക്ക് പറഞ്ഞ ഫൈൻ 500 രൂപ. ഇപ്പൊ ഫൈന് കണ്ട ആരോടുത്ത് ഉമ്മ ഈദ് മുബാറക്ക് പറഞ്ഞില്ല, 500 രൂപ ഫൈൻ. പൈസ കൊണ്ട് പോടാ ചക്കാന്ന്. സ്റ്റജു ആണ് ഉമ്മ ജഡ്ജ് ഒരാൾ ഇങ്ങോട്ട് വാ. ഇതിന്റെ പകുതി ഭാഗം ഉണ്ടാക്കിയ ഞാനാ. അപ്പൊ 10000 രൂപ കൊടുക്കാൻ പറ്റുമോ? വേണ്ട, 5000 കൊടുത്താൽ ഓക്കെ. നല്ല മധുരണ്ട്. ഓ പൈസ നോക്കിയേ, ചൂടുണ്ട്, ഞങ്ങൾക്കൊക്കെ ചൂട് തന്നെയാണ്. എടാ മധുരം മാക്ക് ആൻഡ് ചീസ് വരൂ. മധുരം നോക്കാൻ അറിയില്ല? ആർത്തർ മധുരം നോക്കോ? എന്ത് വ്ളോഗറാടാ? ആയിട്ടുണ്ടാ? ഓഫ് ചെയ്യണ? കഴിഞ്ഞ പൈസയാ? ഏതെടുത്തിട്ട് വരാ? ഓക്കെ ഓക്കെ, അത് ഓഫ് ചെയ്യണ? പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉമ്മ എനിക്ക് പരീക്ഷ എടുക്കുമ്പോഴേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഉമ്മ മാർക്ക് ഇട്ടിരുന്നത്. അതേപോലെ തന്നെ ഇന്ന് ഇത് കുടിക്കുമ്പോഴും ഞാൻ അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് മാർക്ക് ഇടാൻ പോകുന്നത്. ഓരോ മിസ്റ്റേക്കിനും 1000 രൂപ ഫൈൻ ഉണ്ടാവും. റെഡി അല്ലേ? എന്താ റെഡി ഇല്ലാത്ത? 1000 വെച്ചിട്ട് കുറയും. ഇപ്പൊ മധുരമില്ല, പിന്നെ ഭയങ്കര കൺസിസ്റ്റൻസി കുറച്ച് കൂടിപ്പോയി, പിന്നെ സമയം ഡിലേ ആയി. ഇപ്പൊ തന്നെ 3000 രൂപ ഡിലേ. ഇപ്പൊ 3000 രൂപ പോയി, സോറി 3000 രൂപ ഇല്ല. ഈ മധുരം മതിയാ നോക്കിയ മൈൻഡ് ചെയ്യണില്ല. ജഡ്ജിന് 5 പൈസ വിലയില്ല, അപ്പൊ തന്നെ പോയി. ഉമ്മാക്ക് പൈസ ഉമ്മ ഇങ്ങോട്ട് തരണം ഇനി. അല്ല ഉമ്മ ശരിക്കും പൈസ തന്നില്ലേ പ്രശ്നമില്ലല്ലോ? പ്രശ്നണ്ടാ? മടന്ന് മേടിച്ച പൈസ തിരിച്ചു. ഉമ്മ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും മടന്ന് ഞാൻ കുറെ പൈസ മേടിച്ചു. ഉമ്മക്ക വെറുതെ പറഞ്ഞതാ, 1 ഉറുപ്പിക മേടിച്ചിട്ടില്ല. മതിയാ? താളിക്കട്ടെ ഓണല്ലേ ഗൈസ്? ഇതിപ്പോ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറിലേറെ ആയി. ഓരോ മണിക്കൂറിന് 500 വെച്ചിട്ടാണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത്. നമ്മളുടെ പായസം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വരുത്തിയിട്ടുണ്ട്, ഷാബിദ ഇക്ബാൽ. ഒരു ഹായ് പറയൂ, ഒരു ഹായ് കൊടുക്കൂ. ആർക്ക്? പായസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പായസം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ
വരുത്തിച്ചതാണ്. എന്താണ് പായസം കഴിച്ചു നോക്കിയിട്ടുള്ള അഭിപ്രായം എന്താണ്? മധുരം കുറവാണ്. അപ്പൊ ഒരു 500 രൂപ അപ്പൊ കുറയ്ക്കണ്ടേ? എന്തേ അങ്ങനെയല്ല വിലയിരുത്തണേ. പണ്ടേ ഉമ്മ എക്സാമിന് ഉമ്മ എനിക്ക് വീട്ടിലൊക്കെ ടെസ്റ്റ് ഇടുമ്പോഴേ ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് മോശമായതിന് പോലും ഉമ്മ മാർക്ക് കളഞ്ഞിട്ടുണ്ട്. ആ ഉമ്മാക്ക് എങ്ങനെയാണ് നമ്മള് മധുരം കുറവായതിന് അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇത് കുക്കിംഗ് ഷോ അല്ലേ? മധുരം ഇടും. അപ്പൊ നിങ്ങളെ എക്സാം റിസൾട്ട് ഇടുമ്പോ ഞങ്ങൾ പിന്നെ തിരുത്തി തന്നു കഴിഞ്ഞാൽ മാർക്ക് കൂട്ടി തരും? ഇല്ലില്ല. ഉമ്മയിനൊന്നാമത് നമ്മൾ മൈൻഡ് ചെയ്യണില്ല. ഉമ്മാക്ക് ടെൻഷനായ? എന്തിനാ ടെൻഷൻ? എന്തിനാ ടെൻഷൻ? ഓക്കെ ഓക്കെ. അല്ലാണ്ട് പൈസ പോണേനല്ല അല്ലേ? പൈസ ആർക്ക് വേണം? ഓരോ മിസ്റ്റേക്കിനും 500 രൂപ ഫൈൻ കിട്ടാൻ പോണത്. റെഡിയാണോ? കുഴപ്പമില്ല. അത് ഞാൻ റെഡി ആക്കിക്കോട്ടെ. ഇവര് ചോദിക്കണം ഉമ്മാക്ക് അപ്പൊ ശരിക്കും പായസം ഉണ്ടാക്കാൻ അറിയില്ലേ? എന്താ പറഞ്ഞേ? ഞോഞ്ഞു എന്ന് പറഞ്ഞ ഞാനാണ്. ഉമ്മാക്ക് ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ? ടെൻഷൻ എന്തിനാണ്? മാർക്ക് കുറവെന്ന് വിചാരിച്ചിട്ടാണോ? പണ്ട് എക്സാം എഴുതുമ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പുഷ്പം പോലെ ജയിക്കാറില്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. എന്തൊക്കെ ചെയ്തു നമ്മള് ആദ്യം ഫസ്റ്റ് സേമിയ. അപ്പൊ ആദ്യം പായസം ഉണ്ടാക്കണം, പിന്നെ അത് കുടിക്കണം. ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് സേമിയ ഒന്ന് വറുത്ത്, എന്നിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ഇതായപ്പോ കളർ മാറിയപ്പോൾ അതില് പാലും സൗണ്ട് വിറക്കുന്നുണ്ടല്ലോ, പാലും വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചസാര ഇട്ട് മിൽക്ക് മെയ്ഡ് ഇട്ട് ഉപ്പിട്ട കാര്യം പറഞ്ഞില്ല, ഏലക്കപ്പൊടി ഇട്ട് ഒക്കെ ഇട്ട് സെറ്റായി വെച്ച്. ടെൻഷൻ ഉണ്ടാ? റിസൾട്ടിന്റെ കാര്യത്തില് വളരെ കർശക്കാരനാണ് ഞാൻ. ഓരോ മിസ്റ്റേക്കിന് 500 രൂപ പേടുണ്ട്. ഇപ്പോഴേ പറഞ്ഞു വെക്കാം. ലാസ്റ്റ് കുറഞ്ഞു ഒരു ഉറുപ്പില്ലെങ്കിൽ എന്നെ ഒന്നും പറയാൻ പാടില്ല. കുഴപ്പമില്ല, എന്റെ അക്കൗണ്ടിലേക്കല്ലേ പൈസ വരുന്നത്. അതൊന്നും പറയല്ലേ. അപ്പൊ ലാസ്റ്റ് പ്രൊസീജിയർക്ക് കിടക്കാം. ഇത് താളിച്ചിട്ട് വരട്ടെ? താളിച്ചിട്ട് പോയി. ഉമ്മ, ഈ പായസത്തിന്റെ പേരെന്താ? വെറും സേമിയാണോ അതോ സേമിയക്ക് മുമ്പ് എന്തെങ്കിലും വെക്കുന്നുണ്ടോ? ഷാനി സ്പെഷ്യൽ സേമിയ വേണ്ട. ഓക്കെ, അതെ, വീഡിയോ കുടിക്കുമ്പോൾ ഉമ്മാക്ക് മിനിമം ഒരു 5 പോയിന്റെങ്കിലും കിട്ടണം ട്ടാ. അപ്പൊ ഇതിന്റെ ജഡ്ജ്മെന്റ് എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാവരും ഇരിക്കൂ, നിങ്ങളൊക്കെ ജഡ്ജസ് ആണ്. ജീസിന് സ്ഥലമില്ലേ? മിങ്ങും നെഞ്ചുടുപ്പിൽ. അപ്പോ നമ്മളെ ജഡ്ജസ് ഇതേ ഇവരൊക്കെയാണ്. ഇതിൽ 1, 2, 3, 4, ബാബി അടക്കം 5. ബാബി വേണ്ട, ഓവൈസും വന്നോട്ടെ. മൊത്തം 6 ജഡ്ജസ് ഉണ്ട്. 6ൽ മിനിമം 4 പോയിന്റ്സ് ഉമ്മാക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ സ്പോട്ടിൽ ഉമ്മാക്ക് കൊടുക്കും. 4 പോയിന്റ്സ് ഉമ്മാക്ക് കിട്ടിയില്ലെങ്കിൽ 10,000 രൂപ കൊടുക്കൂല. അപ്പൊ നിങ്ങളൊക്കെ ജെന്യുവിനായിട്ട് അഭിപ്രായം പറയോ? ഓക്കെ, നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് കേൾക്കണ്ട സാധനം ടേസ്റ്റ് ഇല്ല എന്ന് പറയലാണ്. ഓക്കെ, സാധനം ടേസ്റ്റ് ഇല്ല എന്ന് പറയില്ലേ? ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പായസത്തിൽ മധുരമില്ല, കുറുകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ടെൻഷൻ. പൈസ കിട്ടാൻ അതിനൊന്നുമല്ല, ലൈക്ക് ഇത്ര ആൾക്കാർ വന്നിട്ട് എല്ലാവരും ഉപയോഗിച്ചിട്ട് പായസം ബാഡ് ആകുമ്പോഴുള്ള ഒരു ഇതാ തോന്നുന്നത്. ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. എനിക്ക് പായസം മധുരമില്ലാത്തതാണ് ഇപ്പോൾ ഇഷ്ടം, ഷുഗർ കട്ട് ആയതുകൊണ്ട്. ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല എങ്ങനെയെന്ന്. ഉമ്മ യൂഷ്വലി നല്ല പായസം ഉണ്ടാക്കണതാണ്. ആദ്യം ഒരു ഗ്ലാസ്സിലെടുക്കാം ഉമ്മ. ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ടേസ്റ്റ് നോക്കാം, എല്ലാവർക്കും ടേസ്റ്റ് നോക്കാം. 2 ഗ്ലാസ്സിലെടുത്തോ. ഉമ്മ ടെൻഷനിലാണോ? ടെൻഷനുണ്ടോ? എന്തിനാ ടെൻഷൻ? പൈസ പോകുന്നുള്ള പേടി. മതി കുടിച്ചോക്കട്ടെ. ഞാൻ ജെന്യുവിനായിട്ട് പറയുള്ളൂ. 10,000 എന്തായാലും കിട്ടൂല. ആദ്യം ഞാൻ കുടിക്കാം. ചൂടാ? അല്ല, ഇത്രയും പേരിലും ഉമ്മക്ക് 4 പോയിന്റ് കിട്ടിയാൽ മാത്രമാണ് ഉമ്മ പാസ്സാവുള്ളൂ. ഓക്കെ, എനിക്ക് ഫുൾ കൊടുക്കാൻ പറ്റില്ല. സോറി, യു ആർ ഫെയിൽഡ്. പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? ബാബി ടേസ്റ്റ് ചെയ്തൊക്കെ വായോ, അടിപൊളി എന്ന് പറഞ്ഞോളാനാ. ഞാൻ ജെന്യുവിനായിട്ട് പറഞ്ഞു, ഞാൻ ഒരു ഫുഡ് ബ്ലോഗറാണ്. കമോൺ, വരൂ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയണ്ടേ? കുടിച്ചു നോക്കിയേ.
ഇനി പൈസ പോണോണ്ടാണോ ടേസ്റ്റ് വരാത്ത? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റില്ലേ? അപ്പൊ 1 പോയിന്റ് കിട്ടി. അല്ലാ ടേസ്റ്റ് ഉണ്ടാ? എന്റെ കൂട്ട് നിക്ക് ടേസ്റ്റ് ഇല്ലാന്ന് പറയേ. അപ്പോഴല്ലേ എന്റെ പൈസ പോവാണ്ടിരിക്കുള്ളോ? ഇത് ഉമ്മാക്ക് സപ്പോർട്ടായിട്ട് നിക്കണേ. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത്ര മതി. സ്റ്റേജ് ഇങ്ങോട്ട് വരൂ. ആ ഓക്കെ, സ്റ്റേജ് പറയട്ടെ. ഇങ്ങോട്ട് ചേർന്ന് നിൽക്കൂ. കൊള്ളാം, അടിപൊളി. സത്യം പറയടാ. സത്യം നന്നായിട്ടുണ്ട്. നിന്നെ കൊണ്ടുവന്നത് എനിക്ക് നഷ്ടമായി. നോക്കട്ടെ, ഇനി കൈലാസ് കുടിച്ച് നോക്കട്ടെ. കൈലാസ് ഇങ്ങോട്ട് വരൂ. അത് ഞാൻ ഷർട്ടിന് മാച്ച് ആയിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ലാന്ന് പറയടാ. ആരും നീ എന്റെ കൂട്ടുകാരനൊക്കെയാ. പക്ഷെ ഉമ്മയുടെ സാധനം അടിപൊളിയാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അടിപൊളിയാ. അപ്പൊ ഞാൻ പെട്ടാ. ബാബിനെ ഞാൻ കൂട്ടിയിട്ടില്ല. ബാബി ഇതിന്റെ ഇടയിൽ വന്നത്, അതിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന്. ബാബി പൊക്കോ. ബാബി എനിക്ക് നഷ്ടായി. ഇതാണോ ഡിസൈഡിങ്? ഓക്കെ, നീ ഒരു ടെൻഷനിലാക്കൂ. നമ്മളെ ടെൻഷനിലാക്കിക്കോ. ടേസ്റ്റിലാന്ന് പറഞ്ഞോ, ആൾക്കാർക്ക് കുഴപ്പമില്ല. കൊള്ളാം, സാധനം കൊള്ളാം. അയ്യോ, എന്റെ 10,000 പോയി. പക്ഷെ ഇത് കൊള്ളടാ. നൈസായിട്ട്. അപ്പൊ 4 പോയിന്റ് ആയിട്ടാ. ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല. ജീപ്പ് ഉണ്ടല്ലോ. അയ്യോ, ഉമ്മ സത്യം പറഞ്ഞ ഞാൻ പൈസ എടുത്തിട്ടില്ല. അതെനിക്ക് പ്രശ്നമില്ല, ജീപ്പ് ചെയ്താൽ മതി. അയ്യോ, നമ്പർ മോൻക്ക് അറിയണല്ലോ, അത് തന്നെയാണ് ജീപ്പേ നമ്പർ. അയ്യോ, എന്തേലും നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണോ? 10,000 കൂടുതലാണോ? 10,000 കൂടുതലുള്ള കുറയില്ല. അത്രേ എന്നിട്ട് എന്താ പറഞ്ഞേ? അത്രേ എന്നിട്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ടേ എന്നെ ടെൻഷൻ അടുപ്പിച്ച്. 10,000 എന്തായാലും ഒരു 5,000 നമുക്ക് ഡിസൈഡ് ചെയ്യാം. 10,000 തന്നെ വേണോ? ഇവര് 20,000 വേണമെന്നാ ആൾക്കാര് വിചാരിക്കും. ഉമ്മ കണ്ണി ചോരില്ലാത്തുമ്പോ വിചാരിക്കും. പ്രശ്നണ്ടാ? 10,000 അല്ലെങ്കിൽ പ്രശ്നണ്ടാ? ഉള്ളത് ഒന്ന് പൈസ കൊടുക്കട്ടെ. ഉള്ളത് അപ്പൊ ഉള്ളതുള്ളോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ഇവർക്ക് കൊടുക്കാം. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതുകൊണ്ട് ATM ഞാൻ പ്രതീക്ഷിച്ചില്ല. 17 രൂപ ഞാനും കൊടുത്തില്ല ഉമ്മ. അപ്പൊ ഉമ്മാക്ക് 10,000 രൂപ പകരം ഇതാണ് ഉമ്മാക്ക് തരുന്നത്. എന്ത് ഹാപ്പിയാണോ? എന്താണ് സന്തോഷായ? ഇനി 10,000 രൂപ വേണോ? തുറന്നോക്ക്. ഹാപ്പിയാണോ? അതിനുണ്ട് സർപ്രൈസ്. വായോ ബാബി, വായോ. അതിനുണ്ട് മക്കളുടെ സർപ്രൈസ്. ബാബി പറയണ ഇങ്ങനെയാണെങ്കിൽ ബാബിയും അയ്യോ എനിക്ക് കയ്യെന്താ. അതിനുണ്ട് സർപ്രൈസ്. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ സർപ്രൈസ് ഒക്കെ നല്ലതാണ്. മാഡത്ത് ഞാൻ ഉച്ചക്ക് ചോദിച്ചില്ലേ ഡയമണ്ട് ഗോൾഡ് ഇഷ്ടമുണ്ടോന്ന്? അത് ഇതിന് വേണ്ടിട്ടായിരുന്നു. ഉമ്മാക്ക് ഇഷ്ടായ? ഉമ്മാക്ക് അതിന് പാകാവോ നോക്കാതെയോ? അപ്പോ നമ്മള് വിചാരിച്ച പോലെ ഉമ്മയുടെ മുഖത്തുനിന്ന് വല്ലാണ്ട് റിയാക്ഷൻ കിട്ടിയത് പോലെ എനിക്ക് തോന്നിയില്ല. ഉമ്മ സർപ്രൈസ് ആയില്ലേ? സർപ്രൈസ് ആയാ? പറയ്. സർപ്രൈസ് ആയി. ഇനി 10,000 രൂപ വേണോ?
ഇനിയിപ്പോ 10,000 വേണം അല്ല, കാശായിട്ട് തന്നില്ല, അതല്ല മോൻ ആദ്യം പറഞ്ഞു. അപ്പോ ഉമ്മ സർപ്രൈസ് ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ അടുത്തും പറയും വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്മ. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഉമ്മ വേണ്ടത്ര സർപ്രൈസ് ആയ പോലെ എനിക്ക് തോന്നിയില്ല. സർപ്രൈസ് ആവാത്തോണ്ട് തന്നെ ഇനി ഇങ്ങനത്തെ സർപ്രൈസ് സീരീസ് തന്നെ നമ്മൾ ഒഴിവാക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യാം. ഇൻഷാ അല്ലാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ